ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ. എങ്ങനെയുണ്ട് പെരുന്നാൾ ദിനത്തിലെ ഈ പ്രഭാത കാഴ്ചകൾ? എല്ലായിടത്തും പ്രാർത്ഥനയ്ക്കായി ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. സുജയ, വെരി ഗുഡ് മോർണിംഗ്. പ്രാർത്ഥനകൾക്ക് നമസ്കാരങ്ങൾക്കായി വിശ്വാസി സമൂഹം വിവിധയിടങ്ങളിലേക്ക്, അതായത് പള്ളികളിലും ഈദ്ഗാഹുകളിലുമാണ് പെരുന്നാൾ നമസ്കാരം. അതിൽ ഈദ്ഗാഹുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ഈദ്ഗാഹുകൾ വളരെ കുറച്ച് ഒരുക്കിയിട്ടുള്ളൂ. ഞാൻ നിൽക്കുന്നത് ഒരു ഈദ്ഗാഹ് സ്ഥലത്താണ്. അവിടെ ഇത് ചക്കരപ്പറമ്പ്, അതായത് നമ്മുടെ വൈറ്റിലേക്ക് അടുത്ത ചക്കരപ്പറമ്പിലെ ഒരു സ്പോർട്സ് സെന്ററാണ്, അതായത് ഇൻഡോർ സ്റ്റേഡിയം എന്ന് വിളിക്കാം. അവിടെയാണ് പ്രത്യേക ക്രമീകരണം പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി മാത്രമായി ഒരുക്കിയിരിക്കുന്നത്. അറഫ മസ്ജിദ് ഖദീബ് ഇസാഖ് അസ്ഹരിയാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകുക. വിശ്വാസി സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥനകളിലേക്ക് കടന്നിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബലി പെരുന്നാൾ എന്നതൊരു മഹാത്യാഗത്തിന്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുസ്മരണവും ഓർമ്മ പുതുക്കലും ആചരണവുമാണല്ലോ സ്വാഭാവികമായും. അപ്പോൾ ആദ്യം എല്ലാവരും പള്ളികളിൽ, അതല്ലെങ്കിൽ ഈദ്ഗാഹുകളിൽ എത്തി പെരുന്നാൾ നമസ്കാരത്തിന്റെ ഭാഗമാവുക. തുടർന്ന് ആഘോഷങ്ങൾ ഉണ്ട്, അതിലേക്ക് കടക്കുക എന്നതാണ് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ നമസ്കാരത്തിന് വേണ്ടിയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിശ്വാസി സമൂഹം കാര്യമായി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അത് തൃക്കാക്കര ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈദ്ഗാഹ്. അതേസമയം സമാന്തരമായി മറ്റ് പള്ളികളിലെല്ലാം ഈ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വിശ്വാസി സമൂഹം, അതായത് ഓരോരുത്തരും അവർ പോകുന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ധാരാളം ആളുകളെ നമുക്ക് കാണാം. പെരുന്നാൾ എന്നത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പം അതൊരു ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയുമായി ബലി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിശ്വാസവുമാണ്. അത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ ദൃഢതയുടെ കൂടി പ്രതീകമായിട്ടുള്ളതാണ് ബലി പെരുന്നാൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പുതുക്കലായിട്ടാണ് വിശ്വാസികൾ ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. അതായത് സമർപ്പണത്തിന്റെ ദിനം കൂടിയാണ് ഇന്നത്തേത്. അപ്പോൾ ആഘോഷ പരിപാടികൾക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ എല്ലാം സമർപ്പിക്കുന്ന സമയമാണിത്.